ഞാൻ ഈ ദിവസങ്ങളിൽ ശരിക്കും ഒന്ന് പഠിച്ചു നോക്കുമ്പം ഐ എം ഓൾസോ ഇൻട്രസ്റ്റഡ്. എന്താണെന്നറിയാമോ, ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു 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 പാറ്റേണിലോട്ട് തിരിയുക. ഒടുവിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നൊന്നായി നിറവേറും. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 10 വർഷം മുമ്പ് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയത്തില്ല. 25 വർഷം മുമ്പ് നമുക്കൊന്നും പിടികിട്ടത്തില്ല. 50 വർഷം മുമ്പ് നമ്മുടെ അപ്പച്ചന്മാർക്ക് ഒന്നും പിടിയില്ല. പക്ഷെ ഇതിൽ നിന്ന് ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ പ്രവചനാത്മാവിൽ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പുസ്തകങ്ങളും മറ്റു എഴുത്തുകളും ഉണ്ട്, അല്ലേ? അന്ന് അവർക്ക് തന്നെ ഇത് വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. പക്ഷേ അവർ പ്രാർത്ഥനയിൽ അവർക്ക് കിട്ടിയ വെളിപ്പാട് അവരെന്ത് ചെയ്തു? അവരെഴുതി വെച്ചു. അതിനന്ന് തെളിയിക്കാൻ അവരുടെ ഒന്നുമില്ലായിരുന്നു, അല്ലേ? പക്ഷേ ഇന്ന് കുറച്ചുകൂടെ എളുപ്പമായി. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന പല സംഗതികളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ തെളിവാണ്. കാരണം ഇത് പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയായി വരുന്നു. അങ്ങനെയെങ്കിൽ ഈ വചനം സത്യമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഈ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ നിവൃത്തിയും കൂടെയാണ്. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബോംബ് വീഴുന്നോ, മിസൈൽ വീഴുന്നോ, ഡ്രോൺ പോകുന്നോ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫലങ്ങൾ, അനന്തര ഫലങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അൺഇമാജിനബിൾ, നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തതിനപ്പുറമായിരിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ ഇതിൻ്റെ സമ്മേഷൻ, ഇതിൻ്റെ ഒടുവിൽ ഇത് ഏതിലേക്കാണ് ഇത് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശരിക്കും ദൈവത്തോട് ചോദിക്കുക, ദൈവം കാണിച്ചു തരും എന്തിലേക്കാണ് ലോകം പോകുന്നത്, ഇതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഈ സമയത്ത് ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ഇത് നമ്മൾ ചിന്തിക്കണം. അത് മനസ്സിലാക്കി കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ പുറകെ ഓടുകയല്ല വേണ്ടിയത്. ദൈവവചനം നിങ്ങൾ പ്രാർത്ഥനയോടെ വായിക്കുക, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആഴങ്ങളെപ്പോലും എന്ത് ചെയ്തും ആരാഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും.